നേരത്തെ പെരുമ്പാവൂരിൽ നിന്നുള്ള അപകട വാർത്ത, അതിന്റെ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇപ്പോൾ ആ അപകട സ്ഥലത്ത് വിനീത എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കേണ്ടതുണ്ട്. കോളേജിൽ നിന്ന് വിനോദയാത്ര പോയ ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 20ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. എറണാകുളം പെരുമ്പാവൂർ സിഗ്നൽ ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. മൂന്നാറിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയ കൊണ്ടോട്ടി EMEA കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. വിനിത VG ചേരുന്നു. വിനിത, എങ്ങനെയാണ് അപകടമുണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? ആരെല്ലാം ഉണ്ടായിരുന്നു? ഇവരുടെ ഈ പരിക്കുകൾ അത് ഗുരുതരമാണോ? അത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? സ്മിത, നമ്മളിപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ട് സമീപമാണുള്ളത്. ആ ബസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബസ്സിലാണ് വിദ്യാർത്ഥികൾ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയത്. ഇവർ കൊണ്ടോട്ടി EMEA കോളേജിലെ വിദ്യാർത്ഥികളാണ്. ഏതാണ്ട് 35ഓളം ആളുകൾ, ഈ ജീവനക്കാരടക്കം 35ഓളം പേർ ഈ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ ബസ് ഒരു സൈഡിലേക്ക് മറിയുകയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അതിന്റെ ഒരു ആഘാതം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുലർച്ചെ ഏതാണ്ട് 3:15 കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത്. ഈ ബസിന്റെ മുൻവശത്തും അതോടൊപ്പം തന്നെ സൈഡിലേക്കുമുള്ള ചില്ലുകളൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പക്ഷെ വലിയ ഒരു പരിക്കയോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്കോ ഒന്നും കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ വലിയൊരു അപകടം, നമുക്ക് ഈ ഒരു ബസിന്റെ ദൃശ്യങ്ങൾ കൂടി മുൻനിർത്തി നോക്കുമ്പോൾ ഒരു വലിയൊരു അപകടം തന്നെ മാറി എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം വിദ്യാർത്ഥികൾക്ക് കാര്യമായിട്ടുള്ള പരിക്കില്ല, നിസ്സാര പരിക്കുകളാണ് ഉള്ളതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അവരെയൊക്കെ തന്നെ പ്രാഥമിക ചികിത്സയ്ക്കും മറ്റുമായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ബസ്സും അതോടൊപ്പം തന്നെ എതിർവശത്തേക്ക് MC റോഡിൽ നിന്ന് വന്ന ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത്. വിദ്യാർത്ഥികളും അവരുടെ ജീവനക്കാരും ഒക്കെയാണ് ബസ്സിലുണ്ടായിരുന്നത്. അവർ മൂന്നാറിലേക്ക് വിനോദയാത്ര നടത്തി മടങ്ങി വരുന്നതിനിടെയാണ് അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ സമീപവാസികളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്. ഇപ്പോൾ വിവരം അറിഞ്ഞെത്തിയ ആളുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ചേട്ടൻ, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായതിനെ പറ്റിയിട്ട്? ഉണ്ടായിരുന്നില്ല. ഈ ഒരു മേഖലയിൽ ഇങ്ങനെ അപകടം പതിവായിട്ടുണ്ട് മേഖലയാണോ? അങ്ങനെ എന്തെങ്കിലും ഈ മേഖലയിൽ അപകടം കഴിഞ്ഞ ആഴ്ച ഒരു ആംബുലൻസ് ഇടിച്ചെന്ന് ഇവിടെ പറഞ്ഞു കേട്ടു. വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഞാനിപ്പോ ഒന്നുള്ളൂ. ഞാനിപ്പോ ഇത് കാണാൻ വേണ്ടി വന്നാണ്, വേറെ ഒന്നും ആവശ്യം വന്നതല്ല. വിദ്യാർത്ഥികളെ പറ്റി എന്തെങ്കിലും നമ്മളിവിടെ എനിക്കില്ല. ഞാൻ ഇപ്പൊ ഒന്നുള്ളൂ. എല്ലാരും മാറ്റിയെന്ന് തോന്നുന്നു. എല്ലാം മാറ്റിയെന്ന് തോന്നുന്നു. എനിക്കറിയില്ല എന്താ. നമ്മൾ നേരത്തെ കണ്ട ആ ഭാഗത്തേക്കാണ് അപകടം ഉണ്ടായത്. ചില അപകടം ഉണ്ടായത്. അതെ, ലോറി ഇവിടുന്ന് മാറ്റുകയാണ് ഈ ബസ്. ആ ലോറി ഇവിടുന്ന് കൊണ്ടുപോകാൻ തോന്നുന്നു. ലോറി അവിടെ കിടപ്പുണ്ട്. ബസ് ഇവിടെ കൊണ്ടുപോകാൻ തോന്നുന്നു. വ്യക്തമായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം ഈ വിവരം അറിഞ്ഞ് രാവിലെ എത്തിയതാണ്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ അപകടത്തിന്റെ ഒരു ആഘാതം കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു വശത്തേക്ക് ബസ് മറിഞ്ഞാണ് അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ എന്താണ് ഈ ഒരു അപകടത്തിന്റെ കാരണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തതയായിട്ടില്ല. എന്താണെങ്കിലും അത്തരം കാര്യങ്ങളെ പറ്റി കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകും തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് ഈ ആ വാർത്തയുടെ ദൃശ്യങ്ങളടക്കം അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. ഏതായാലും വിനിത പറഞ്ഞതുപോലെ തന്നെ വലിയ പരിക്കുകൾ ഈ കുട്ടികൾക്ക് ഇല്ല എങ്കിൽ വലിയൊരു അപകടം വഴിമാറി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. വിദ്യാർത്ഥികളെല്ലാം തന്നെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു വിനിത VG.